രണ്ടാമത്തെ റെസിപ്പി നമ്മുടെ ആലിയ ഭട്ടൊക്കെ ഫേമസ് ആക്കിയ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കണ്ടില്ലേ, സോഫ്റ്റ് കേക്കാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ബട്ടർ സ്പഞ്ച് തയ്യാറാക്കണം. അതിനായിട്ട് 3 മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം മുട്ടയുടെ വെള്ള നന്നായി പതപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായി പതപ്പിച്ചെടുക്കുക. മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഏത് ബൗളിലാണോ നമ്മൾ ബീറ്റ് ചെയ്യണം ആ പാത്രം നല്ല ക്ലീൻ ആയിരിക്കണം. ഒരു വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല, വെള്ളം നനവൊന്നും ഇല്ലാത്ത പാത്രമായിരിക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ബീറ്റായി കിട്ടുള്ളൂ. ആ പാത്രം കമിഴ്ത്തി ഇടുമ്പോൾ വീഴാൻ പാടില്ല, അതായിരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് 1.5 കപ്പ് മൈദയും 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ടിട്ട് നന്നായി അരിച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താലും മതി. എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം വേറൊരു ബൗൾ എടുത്തിട്ട് 175 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുക. അത് നന്നായി ബീറ്റ് ചെയ്ത് സ്മൂത്ത് ആവണ വരെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സ്മൂത്തായി വരണ വരെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. പഞ്ചസാരയൊക്കെ അതിൽ അലിഞ്ഞ് വരണ വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് വാനിലയുടെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 1/2 കപ്പ് വാം മിൽക്ക് ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാം പാടെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ആദ്യം 2 ടീസ്പൂണ് ഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പതിപ്പിച്ച് വെച്ച മുട്ടയുടെ വെള്ള 2 ടീസ്പൂണ് അങ്ങനെ ചെയ്ത് കൊടുക്കുക. മുട്ടയുടെ വെള്ള ഫ്ലോർ അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോ ട്രിപ്പും ചെയ്തെടുക്കാൻ. മെല്ലെ വേണം ഇത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇളക്കിയെടുക്കാനായിട്ട് കേട്ടോ. ആദ്യം പൊടിയിടുക, അതിനുശേഷം മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റാം. ഞാനിവിടെ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു 150 ഡിഗ്രിയിൽ 30 മിനിറ്റ് കൊടുക്കുന്നുണ്ട്. ഈ കേക്കിന് ആലിയ ഭട്ടിൻ്റെ മിൽക്ക് കേക്കിന് ബട്ടർ സ്പഞ്ച് അല്ലാതെ നമ്മൾ സാധാ വാനില സ്പഞ്ചും ഉപയോഗിക്കാം കേട്ടോ. ബട്ടർ സ്പഞ്ച് ആകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ്. കറക്റ്റ് അതിൽ ഉപയോഗിക്കുന്നത് ബട്ടർ സ്പഞ്ച് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ബട്ടർ സ്പഞ്ച് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ച്. അതിനുശേഷം നമ്മൾ എയർ ഫ്രയറിൽ ഇത് പ്രീഹീറ്റ് ചെയ്ത എയർ ഫ്രയറിൽ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കുള്ള മിൽക്കിൻ്റെ മിക്സ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് പാലും 1 കപ്പ് തന്നെ വിപ്പിംഗ് ക്രീമും 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ വിപ്പിംഗ് ക്രീമിന് പകരം ഇതിൽ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഫ്രഷ് ക്രീമിലും മധുരം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഈ മിക്സിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ അളവ് പോലെ ഇരിക്കും കേട്ടോ. അതിൽ ഒഴിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്കിത് കൂട്ടിയും കുറച്ചും ഉണ്ടാക്കാം കേട്ടോ ഈ മിക്സ്. അതിനുശേഷം നമുക്ക് ഇനി ക്രീം തേക്കണമല്ലോ. അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക.
അങ്ങനെ വിപ്പിംഗ് ക്രീമും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിൽക്കിൻ്റെ മിക്സൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇവിടെ സ്പഞ്ച് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊരു ദിവസം സ്പഞ്ച് എടുത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ ചെയ്യാതെ കേക്ക് ഒരു ദിവസം കഴിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടും. അതിനുശേഷം നമുക്ക് നമ്മുടെ കേക്കിൽ ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ കേക്കിൻ്റെ മേൽഭാഗം കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. കേക്ക് അബ്സോർബ് ചെയ്യണം കാണാം കേട്ടോ. അങ്ങനെ ഓരോ ട്രിപ്പ് നമ്മൾ കേക്ക് വലിച്ചെടുക്കും തോറും നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ക്രീം തേച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കാർഡ് വെച്ചിട്ടാണ് കേട്ടോ ക്രീമൊക്കെ ലെവലാക്കി എടുക്കുന്നത്. അങ്ങനെ ക്രീമൊക്കെ കറക്റ്റ് സെറ്റായി കിട്ടിയതിന് ശേഷം നമുക്കിത് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഈ കാണുന്ന രീതിയിൽ വരട്ട് കൊടുക്കുക. നമ്മൾ സ്ട്രോബെറീസ് കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വരട്ട് കൊടുക്കണം. അതിനുശേഷം ചുറ്റും ഫ്രഷ് സ്ട്രോബെറീസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. നടുവിൽ ബ്ലാക്കിനായിട്ട് കറുത്ത മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നടുവിലും സ്ട്രോബെറീസ് തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇനി നമുക്കിതൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കേക്ക് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കട്ട് ചെയ്യണം നോക്കാം. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കത്തി വെക്കുമ്പോഴത്തേനും അവിടെ ഇറങ്ങിപ്പോവാണ് കേട്ടോ. അത്രയും സോഫ്റ്റ് കേക്കാണ്. ആ മിൽക്കൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല സ്പോഞ്ച്, നല്ല സോഫ്റ്റ് കേക്കാണ്. പിന്നെ എന്താ പറയുക, കഴിച്ചുകൊണ്ടിരിക്കാനേ തോന്നും. അങ്ങനത്തെ ഒരു കേക്കാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഈ കേക്കൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.